ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കഴിഞ്ഞു, ഇക്വിറ്റി കഴിഞ്ഞു, പ്രിഫറൻസ് കഴിഞ്ഞു. ഇനി അടുത്തതാണ് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാനുള്ള ഒരു മാർഗം റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. എന്തിനാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്? നമുക്ക് കമ്പനിക്ക് കിട്ടുന്ന ലാഭം എല്ലായ്പ്പോഴും ഡിവിഡൻ്റ് ആയിട്ട് കൊടുത്തോളന്നില്ല. പകരം എന്താണ്, കുറച്ചെങ്കിലും നമ്മൾ കമ്പനിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. എന്തിനാ? നമുക്ക് ഭാവിയിൽ അത് എക്സ്പാൻഷൻ ചെയ്യേണ്ട പ്രോസസ്സിന് വേണ്ടിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ വേണ്ടി നമ്മളത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നോർമലി നമ്മൾ വിചാരിക്കുക ഇതിന് വലിയ ചിലവൊന്നും ഇല്ലല്ലോ, ഇതിന് കോസ്റ്റ് ഓഫ് ഇഷ്യൂ, എക്സ്പെൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ളതാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ദ ഡിവിഡൻസ് ഫോർഗോൺ ബൈ ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാതെ, ഡിവിഡൻഡ് കൊടുക്കാതെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തന്നെയാണ് എന്ത് പറയുന്നത്, റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ അറ്റ് എ ടൈം നമുക്ക് എപ്പോഴും നടക്കില്ല. എന്തായാലും ഒരു കാര്യം എടുക്കണമെങ്കിൽ നമുക്ക് മറ്റൊന്നിനെ വിടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാതെ നമ്മൾ മാറ്റി വെച്ചതുകൊണ്ട് മാത്രം ഉണ്ടായതാണ് ഏത്, റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ ഷെയർ ഹോൾഡർ ഈസ് നോട്ട് റിസീവിങ് ദ ഡിവിഡൻഡ്. ഷെയർ ഹോൾഡർ ഡിവിഡൻഡ് റിസീവ് ചെയ്യാതെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു റേറ്റിനെ തന്നെയാണ് എന്ത് പറയുന്നത്, റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച് shareholders can obtain by investing the after tax dividend in other securities. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച് ഷെയർ ഹോൾഡർ ക്യാൻ ഒബ്റ്റെയിൻ ബൈ ഇൻവെസ്റ്റിംഗ് ദ ആഫ്റ്റർ ടാക്സ് ഡിവിഡൻഡ് ഇൻ അതർ സെക്യൂരിറ്റീസ്. മറ്റുള്ള സെക്യൂരിറ്റീസിലൊന്നും അവർക്ക് അപ്പോൾ എന്തില്ല, അവർക്ക് നിക്ഷേപിക്കാനുള്ള അവസരങ്ങളില്ല. അതും ആഫ്റ്റർ ടാക്സ് ഡിവിഡൻഡ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതിൽ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ ഇക്വേഷൻ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇതാണ് KR, കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്, DOR/EPS ബൈ MP × 100. അപ്പോൾ KR എന്ന് പറയുന്നത് നമുക്കറിയാം ഇത് കോസ്റ്റിനെയാണ്, R റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ്, D എന്ന് പറയുന്നത് ഡിവിഡൻഡ് ആണ്, EPS എന്ന് പറയുന്നത് ഏർണിംഗ് പെർ ഷെയർ ആണ്, ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഗ്രോത്ത് റേറ്റ് ഓഫ് ഡിവിഡൻഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അത് കൂടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടാണ്, ഗ്രോത്ത് റേറ്റും കൂടി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സെയിം ഇക്വേഷൻ തന്നെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രോത്ത് റേറ്റ് വരുമ്പോൾ ഒരു +G കൂടി അവിടെ ആഡ് ചെയ്യും. അത്ര മാത്രമേ അവിടെ വ്യത്യാസമുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത് അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ ഇൻകം ടാക്സ്. ഷെയർ ഹോൾഡേഴ്സ് യൂഷ്വലി ഡു നോട്ട് റിസീവ് ദ എൻറ്റയർ എമൗണ്ട്. എപ്പോഴും ഒരു കമ്പനിക്ക് ഇപ്പോൾ ഒരു 1,00,000 രൂപ ലാഭം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവനായിട്ടും നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പകരം നമ്മൾ കുറച്ചെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടാവും, അത് കീപ്പ് ചെയ്യുന്നുണ്ടാവും. ദിസ് ഇസ് ബിക്കോസ് ദ കമ്പനി ഹാസ് ടു പേ ടാക്സ്. എന്തുകൊണ്ടാണ്? കമ്പനിക്ക് ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കൊടുക്കണം. ഏതിൻ്റെ മുകളിലാണ്? ഓൺ ഇൻകം ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് ആയിട്ട് ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലാണ് ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഴുവനായിട്ടൊന്നും അവർക്ക് എപ്പോഴും ഡിവിഡൻഡ് കൊടുത്തു എന്നുള്ളത് അവിടെ കാണിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഒരു ഷെയർ ഹോൾഡറെ സംബന്ധിച്ചോളം എന്താണ്, കമ്പനിയിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടി എന്ന് പറഞ്ഞാൽ അതിന് അവർക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു കമ്പനിയെ സംബന്ധിച്ചോളം ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ എന്ത് കൊടുക്കേണ്ടതുണ്ട്, ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ഫോർ ടാക്സ്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റുകൾ അവിടെ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇനി രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോക്കറേജും കമ്മീഷനും ഒക്കെയാണ്. അതായത് ഷെയർ ഹോൾഡേഴ്സ് വിഷ് ടു ഇൻവെസ്റ്റ് ദെയർ ആഫ്റ്റർ ടാക്സ് ഡിവിഡൻഡ് ഇൻകം ഇൻ സെക്യൂരിറ്റീസ്. അപ്പോൾ നമുക്ക് ഷെയർ ഹോൾഡറാണെന്ന് വിചാരിക്കുക, കമ്പനിയിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ട്, ടാക്സും കൂടി കൊടുത്തതിന് ശേഷമുള്ള ഡിവിഡൻഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ദേ മേ ഹാവ് ടു ഇൻകർ സം എക്സ്പെൻസസ് ടുവേഴ്സ് പർച്ചേസിങ് ദ സെക്യൂരിറ്റീസ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് ബ്രോക്കറേജോ കമ്മീഷനോ ഒക്കെ വേണ്ടി വന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ഫ്രം ദ ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ബി സംവാട്ട് ലെസർ ദാൻ ദ പ്രസൻറ്റ് വാല്യൂ ഫ്രം ദ കമ്പനി. കമ്പനിയിൽ നിന്ന് ഇപ്പോൾ പ്രസൻറ്റ് റിട്ടേൺ എന്താണോ കിട്ടിയത് അതിനേക്കാൾ കുറവായിരിക്കും പുതിയതായിട്ടൊരു ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പം ഒരു ഷെയർ ഹോൾഡർക്ക് റിയലൈസ് ചെയ്ത് വരുന്നുണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് അങ്ങനെയും കൂടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യുകയാണെങ്കിൽ ടാക്സും എക്സ്പെൻസും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇക്വേഷൻ വരുന്നത് എന്നുള്ളതാണ് ചോദിച്ചത്.
അപ്പോൾ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞ പോലെ തന്നെ D/MP ബ്രാക്കറ്റിൽ ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താ 1 - T ആണ് ഇൻറ്റു 1 - B ഇൻറ്റു 100 എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇതേപോലെ D/MP ഇൻറ്റു 100 പ്ലസ് G ഗ്രോത്ത് റേറ്റും കൂടി കാണിക്കണമെങ്കിൽ ജിയും കൂടി കാണിച്ചതിന് ശേഷം ഇത് രണ്ടും കൊടുക്കുക. അത്രേ വ്യത്യാസമുള്ളൂ. കാരണം ടാക്സും എക്സ്പെൻസും ഉണ്ടെങ്കിൽ എന്നുള്ളതല്ലേ പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഡിവിഡൻ്റ് ആണ്, മാർക്കറ്റ് പ്രൈസ്, ഗ്രോത്ത് റേറ്റ്, ടാക്സ് റേറ്റ്. ബി എന്ന് പറയുന്നത് ബ്രോക്കറേജാണ്. അപ്പോൾ ടാക്സ് കൊടുത്തുകൊണ്ട് 1 - T, ബ്രോക്കറേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ 1 - B, അതും കൂടി ഇതിൻ്റെ ഒപ്പം ഈ ആദ്യത്തെ ഇക്വേഷൻ്റെ ഒപ്പം ആഡ് ആവും എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ ഇവിടെ. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ദാറ്റ് ദ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് ഈസ് ലെസ് ദാൻ ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. എപ്പോഴും ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ കോസ്റ്റിനേക്കാൾ കുറവായിരിക്കും ഈ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബ്രോക്കറേജ് പോലുള്ള എക്സ്പെൻസുകൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് KR ഈക്വൽ ടു KE ഇൻറ്റു 1 - T ഇൻറ്റു 1 - B. അതായത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റീൻ്റെ ഒപ്പം തന്നെ ടാക്സും ബ്രോക്കറേജും ഉണ്ടെങ്കിൽ അത് ഇൻറ്റു ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കൊരു പ്രോബ്ലം ഇവിടെ നോക്കാം. എ ഫേംസ് KE is 15%, average tax rate of shareholders is 40%, and it is expected that 2% brokerage cost that shareholders will have to pay while investing their dividends in alternative securities. What is the cost of retained earnings? അതായത് ഒരു ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് 15%, ആവറേജ് ആയിട്ടുള്ള ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 40% ആണ്. അവർ 2% ആണ് ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നത്, അതിൻ്റെ ചിലവ് പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ഇൻവെസ്റ്റിംഗ് ദെയർ ഡിവിഡൻസ് ഇൻ ഓൾട്ടർനേറ്റീവ് സെക്യൂരിറ്റീസ്, മറ്റുള്ള സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വരുന്ന ചിലവ് അതാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ ബ്രോക്കറേജ് തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തന്നിട്ടുണ്ട്, ടാക്സ് റേറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ KR ഈക്വൽ ടു KE എത്രയാണ് 15% തന്നിട്ടുണ്ട്. 1 - ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 40% ആണ്. 40% പറയുമ്പോൾ 1 - 0.4 ഇൻറ്റു 1 - 2% ആണ് ബ്രോക്കറേജ് എന്ന് പറയുന്നത്. അപ്പോൾ 0.02 ആണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവ തമ്മിൽ ആദ്യം മൈനസ് ചെയ്ത് കാണാം. അപ്പോൾ 1 - 0.4 എന്ന് പറയുമ്പോൾ 0.6 ആണ്. 1 - 0.02 എന്ന് പറയുന്നത് 0.98 ആണ്. ഇവ തമ്മിൽ ഇൻറ്റു ചെയ്തതിന് ശേഷം ലാസ്റ്റ് 15% കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 8.82% എന്ന് പറയുന്നത്. ഇനി അതിൽ രണ്ടാമത്തെ ഇത് വരുന്നത് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സിൽ ഈ രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ മാത്രമാണ് നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇനി ഒരു നെക്സ്റ്റ് മോഡൽ കൂടി പറയുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഈ ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ എന്ന് പറയുന്നത്? ദ DDM അറ്റംപ്റ്റ്സ് ടു കാൽക്കുലേറ്റ് ദ ഫെയർ വാല്യൂ ഓഫ് എ സ്റ്റോക്ക് ഇർറെസ്പെക്റ്റീവ് ഓഫ് ദ പ്രിവെയിലിംഗ് മാർക്കറ്റ് കണ്ടീഷൻസ്. മാർക്കറ്റ് കണ്ടീഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ അതിനെ നോക്കാതെ തന്നെ സ്റ്റോക്കിൻ്റെ ഫെയർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന അറ്റംപ്റ്റിനെയാണ് എന്ത് പറയുന്നത്? DDM ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഇറ്റ് ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ ഡിവിഡൻഡ് പേ ഔട്ട് ഫാക്ടേഴ്സ് ആൻഡ് ദ മാർക്കറ്റ്സ് എക്സ്പെക്റ്റഡ് റിട്ടേൺസ്. രണ്ട് കാര്യങ്ങൾ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ഒന്ന് ഡിവിഡൻഡിൻ്റെ പേ ഔട്ട് ഫാക്ടറും അതേപോലെ തന്നെ മാർക്കറ്റിൽ അതിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേണും. ഈ രണ്ട് കാര്യങ്ങളെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് അതിൻ്റെ ഫെയർ വാല്യൂ ഒരു സ്റ്റോക്കിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് എന്ത് പറയുന്നത്? DDM എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്റ്റോക്ക് ഈ ഒരു മെത്തേഡ് പ്രകാരം സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നതിന് ഇക്വേഷനാണ് D/R - G. D എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ്, R എന്ന് പറയുന്നത് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, G എന്ന് പറയുന്ന ഗ്രോത്ത് റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് assume Star Limited paid a dividend of ₹18 per share this year. The company expects dividends to grow in perpetuity at 5% per year. The company's cost of equity capital is 7%. Calculate the price per share. അപ്പോൾ അതിൽ കറണ്ട് ഇയറിൽ ഇവിടെ അസ്യൂം എ കമ്പനി സ്റ്റാർ ലിമിറ്റഡ് പെയ്ഡ് ഡിവിഡൻഡ് ₹18 ആണ്. ഒരു വർഷത്തിൽ അവർ ഡിവിഡൻഡ് കൊടുക്കുന്ന 18 ആണ്. കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് 5% ഓരോ വർഷവും കൂടുന്നുള്ളതും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വരുന്നത് 7% ആണ്.
അപ്പോൾ ഇപ്പം നിലവിൽ കൊടുക്കുന്ന ഡിവിഡൻഡ് 18 രൂപ. എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ വർഷവും 5% കൂടും എന്നുള്ളത്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പം 18 ഇൻറ്റു 1 + 5% ഗ്രോത്ത് ഈക്വൽ ടു 18 ഇൻറ്റു 1.05 1 + 0.05 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അവ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ 18.9. അങ്ങനെയാണെങ്കിൽ പ്രൈസ് പെർ ഷെയർ എന്ത് വരും? D1/E - G. അപ്പോൾ D1 എന്ന് പറയുന്നത് എത്ര? ഇപ്പോൾ നിലവിൽ 18.9 ആണ്. അതിൽ എക്സ്പെക്റ്റഡ് എത്രയാണ്? എസ്റ്റിമേറ്റഡ് എത്രയാണ്? 7% - 5% ആണ് വരുന്നത്. അപ്പോൾ 2% വരും. ദാറ്റ് ഈസ് 945. അപ്പോൾ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ പ്രൈസ് പെർ ഷെയർ കാണാൻ D/R ആണ് നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽസ് ആണ്. അതിൽ പ്രധാനമായിട്ട് 3 ടൈപ്സ് ആണ് വരുന്നത് ഡിസ്കൗണ്ട് DDMൽ വരുന്നത്. അതിൽ ആദ്യത്തെയാണ് ഗോർഡൻ ഗ്രോത്ത് മോഡൽ എന്നറിയപ്പെടുന്നത്. ഈ ഒരു മോഡലിൻ്റെ അസംഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഡിവിഡൻസ് ഫ്രം എ കമ്പനി വിൽ ഗ്രോ അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ് ഫോർ ആൻ ഇൻഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം നമുക്ക് ഭാവിയിൽ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് കോൺസ്റ്റൻറ്റ് റേറ്റിൽ, അതായത് സ്ഥിരമായിട്ട് ഒരേ എമൗണ്ട് അനന്തമായിട്ട് നമുക്ക് കിട്ടും എന്നുള്ളൊരു അസംഷനിലാണ് ഈ ഗോർഡൻ ഗ്രോത്ത് മോഡലിൽ പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് V0 = D1/R - G ആണ്. V എന്ന് പറയുന്നത് ദ കറണ്ട് ഫെയർ വാല്യൂ ഓഫ് എ സ്റ്റോക്ക്, ഇപ്പോഴുള്ള ആ ഒരു വാല്യൂ, സ്റ്റോക്കിൻ്റെ വാല്യൂ ആണ്. D1 എന്ന് പറയുന്നത് 1 പീരീഡ് ഫ്രം നൗ, എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്ന അപ്പം മുതൽ കൊടുക്കുന്ന ഡിവിഡൻഡ്. R എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. ആൻഡ് G എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് റേറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ നമുക്കൊരു പ്രോബ്ലം ഇവിടെ നോക്കാം. ഡിവിഡൻഡ് ഫോർ ഇയർ 1, ആദ്യത്തെ വർഷത്തെ ഡിവിഡൻഡ് 112, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 9%, ഗ്രോത്ത് റേറ്റ് അവർ 6% ആണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3486 ആണ്. അപ്പോൾ ഇത്രയും തന്ന ഇൻഫർമേഷൻ്റെ ബേസിസിൽ നമുക്കിവിടെ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ എഴുതുക. V0 = D1/R - G. അതിൽ D1 എന്ന് പറയുന്നത് എത്രയാണ്? 112 രൂപയാണ്. R 9%, G എന്ന് പറയുന്നത് 6%. അപ്പോൾ ആ ഇക്വേഷനിൽ അതേപോലെ തന്നെ അപ്ലൈ ചെയ്യുക. D1 എന്ന് പറയുന്നത് 112/9% - G 6%. അപ്പോൾ 112/3%, 3733. അപ്പോൾ ആ ഒരു സ്റ്റോക്കിൻ്റെ വാല്യൂ എത്ര കൂടി? ദാറ്റ് ഈസ് 247. നമുക്കിപ്പോൾ നിലവിലുള്ള വാല്യൂ 3486 ആയിരുന്നു അല്ലേ? അപ്പോൾ അത് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് 3700 ആണ്. അപ്പോൾ അവ തമ്മിൽ ഡിഫറൻസ് ആണ് അതിൻ്റെ വാല്യൂ കൂടി എന്ന് പറയുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് എത്ര കൂടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ കാണുക? ഈ 247 / 3486, ഇതാണല്ലോ പ്രസൻറ്റിൽ നിൽക്കുന്ന വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിഫറൻസ് ബൈ ആ പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു 100 ചെയ്യുമ്പോൾ 7.1% അതിൽ ഇൻക്രീസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കാക്കാൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്ന രണ്ടാമത്തെ മോഡലിലാണ് 1 പീരീഡ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ. അതായത് ഈ ഒരു മോഡലിൽ പറയുന്നു, വെൻ ആൻ ഇൻവെസ്റ്റർ വാണ്ട്സ് ടു ഫൈൻഡ് ദ ഫെയർ വാല്യൂ ഓഫ് എ സ്റ്റോക്ക് വിച്ച് ഹി ഇൻറ്റൻസ് ടു സെൽ ഇൻ 1 പീരീഡ് വിച്ച് ഈസ് ടിപ്പിക്കലി 1 ഇയർ. നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളൊരു 1 ഇയർ വരെ കയ്യിൽ വെച്ചിട്ട് പിന്നെ വിൽക്കാനാണ് നോക്കുന്നത്. അതാണ് 1 പീരീഡ് എന്ന് പറയുന്നത്. ആസ് ദ ഇൻവെസ്റ്റർ വാണ്ട്സ് ടു ഹോൾഡ് ദ സ്റ്റോക്ക് ഫോർ എ ഷോർട്ട് പീരീഡ് ഹി ക്യാൻ എക്സ്പെക്ട് ഓൺലി 1 ഡിവിഡൻഡ് പേയ്മെൻറ്റ്. എല്ലാ വർഷവും ഒരു തവണയാണ് നമുക്ക് ആനുവൽ ഡിവിഡൻഡ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തേക്ക് മാത്രമായിട്ട് നമ്മൾ കീപ്പ് ചെയ്തിട്ട് 1 ഇയർ കഴിഞ്ഞ് കൊടുക്കുമ്പോൾ നമുക്ക് ആ കമ്പനിയിൽ നിന്ന് ഒരു തവണ മാത്രമാണ് ഡിവിഡൻഡ് കിട്ടുന്നത് അല്ലേ? ആ ഒരു വർഷം കഴിയുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു സ്റ്റോക്ക് അവർ സെല്ല് ചെയ്യുന്നുണ്ട്. ഹി വിൽ റിസീവ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിൽക്കുമ്പോൾ ആ വിറ്റ വില അവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഇൻട്രിൻസിക് വാല്യൂ, യു നീഡ് ടു ആഡ് ദ 1 ഡിവിഡൻഡ് പേയ്മെൻറ്റ് ടു ദ എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക്. എങ്ങനെയാണ് ഇൻട്രിൻസിക് വാല്യൂ കണ്ടുപിടിക്കുന്നത്? എത്ര രൂപയ്ക്കാണോ ആ സ്റ്റോക്ക് നമ്മൾ സെല്ല് ചെയ്തിരിക്കുന്നത്, ആ ഒരു സെല്ല് ചെയ്തിരിക്കുന്ന എമൗണ്ടും അതേപോലെ ആ 1 ടൈം എത്ര ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതും. ആൻഡ് ഡിസ്കൗണ്ട് ടു ബി ഫൈൻഡ് ഇസ് പ്രസൻറ്റ് വാല്യൂ. അപ്പോൾ 1 പീരീഡ് ഇത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് V0 = D1/1 + R പ്ലസ് P1/1 + R. അപ്പോൾ 1 + R ഇവിടെ കോമൺ ആണ്. ഇവിടെ ഡിവിഡൻറ്റും ഇവിടെ P1 ആണെന്ന് പറയുന്നത്. V0 എന്ന് പറയുന്നത് കറണ്ട് വാല്യൂ ആണ്. D1 എന്ന് പറയുന്നത് കൊടുക്കുന്ന ആ സമയത്ത് കൊടുക്കുന്ന ഡിവിഡൻഡ് പേയ്മെൻ്റ് ആണ്. P1 എന്ന് പറയുന്നത് ആ സ്റ്റോക്ക് പ്രൈസ് ആണ്. R എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലാണ്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്കൊരു പ്രോബ്ലം ഇവിടെ നോക്കാം. ആൽഫ ലിമിറ്റഡ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഡിക്ലെയർ എ ഡിവിഡൻഡ് ഓഫ് ₹5 ആൻഡ് റീച്ച് പ്രൈസ് ഫോർ 70 അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. 5 രൂപയാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 70 ആണ്.
പ്രൈസ് വിച്ച് ഇക്വിറ്റി ഷെയർ ഷുഡ് ബി ഷോൾഡ് ദ ഇൻവെസ്റ്റേഴ്സ് നൗ. അതായത് ഈ ഒരു ഷെയർ ഇൻവെസ്റ്റേഴ്സ് കൊടുക്കുകയാണെങ്കിൽ എത്ര രൂപയായിരിക്കും എൻ്റെ പ്രൈസ് ഉണ്ടായിരിക്കുക? അതിൽ അവർ ഉദ്ദേശിക്കുന്ന റിട്ടേൺ 14% സെയിൽ ചെയ്യുമ്പം. അപ്പോൾ ഇക്വേഷൻ ഇതേപോലെ തന്നെ എഴുതാം. B0 = D1/1+R^1 P1/1+R ഒക്കെ ഒരു വർഷം ആയതുകൊണ്ടാണ് നമുക്കിത് കാണുന്നത്. ഇനി അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് D1 എത്രയാണ്? 5 രൂപയാണ്. അപ്പോൾ 5/1+0.14 14% അല്ലേ. പിന്നെ പറയുന്നത് 70 ആണ്. P1 കറണ്ട് പ്രൈസ് എത്ര? P70 ആണ്. /1+0.4 ആണ്. അപ്പോൾ നമുക്കിത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 1.14 വരും. അപ്പോൾ 5/1.14 എത്രയാണ് നോക്കുക. അപ്പോൾ 4.39 കിട്ടും. അതേപോലെ 70/1.14 എത്ര നോക്കുക. അപ്പോൾ 61.41 വരും. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 65.80. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 65.80 ആണ് വരുന്നത്. ഇനി ഇതിൽ തന്നെ മൂന്നാമത്തെ മെത്തേഡാണ് മൾട്ടി പീരീഡ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ എന്ന് പറയുന്നത്. അതിൽ ഇഫ് യു എക്സ്റ്റെൻഡ് ദ 1 പീരീഡ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ യു വിൽ അറൈവ് ദ മൾട്ടി പീരീഡ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ. നമ്മൾ 1 ഇയറിലേക്ക് മാത്രം കീപ്പ് ചെയ്യുമ്പോഴാണ് 1 പീരീഡ് വന്നത്. ഒന്നിലധികം വർഷം, അതായത് മൾട്ടിപ്പിൾ പീരീഡ്സിലേക്ക് നമ്മളത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്? മൾട്ടി പീരീഡ് എന്ന് പറയുന്നത്. ഇതിൽ യു നീഡ് ടു എസ്റ്റിമേറ്റ് ഡിവിഡൻസ് ഫോർ ഡിഫറെൻറ്റ് പീരീഡ്സ്. ഇപ്പോൾ 1-ാം വർഷം മാത്രമല്ല ഞാൻ കീപ്പ് ചെയ്തത്, 2, 3, 4, 5 വർഷം വരെയൊക്കെ ഞാനത് സ്റ്റോക്ക് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വർഷങ്ങളെയാണ് നമ്മൾ, ആദ്യത്തെ ഇക്വേഷൻ തന്നെയാണ്, പക്ഷെ അതിങ്ങനെ നീണ്ടു പോകുന്നു എന്ന് മാത്രമേ അവിടെ വ്യത്യാസമുള്ളൂ. D1 വരും, D2 വരും, D3 വരും, ഒപ്പം തന്നെ P3യും കാണും. ലാസ്റ്റ് കാണേണ്ടത് എത്ര 3 വർഷമാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒപ്പം P3യും കൂടി കാണുന്നു എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. D മാത്രമാണ് ഇതിലിങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ V0 ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ, സെക്കൻഡ് ഇയറിൽ വരുന്നത് D2, തേർഡ് ഇയറിൽ പറയുമ്പോൾ DN എന്ന് പറയുമ്പോൾ അങ്ങനെ എത്ര വർഷങ്ങളാണോ ഹോൾഡ് ചെയ്യുന്നത് അതാണ്. ഇപ്പോൾ 4 വർഷം വെച്ചാൽ D4, 5 വർഷം D5 അങ്ങനെ വരും. PN എന്ന് പറയുന്നത് ലാസ്റ്റ് 10th പീരീഡിലുള്ള ലാസ്റ്റ് എന്നാണോ നമ്മൾ സെയിൽ ചെയ്യുന്നത് ആ വർഷത്തെ പ്രൈസ്. R എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും N എന്ന് പറയുന്നത് ടൈം പീരീഡുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം നോക്കാം. ആൽഫ ലിമിറ്റഡ് വിൽ പേ ഡിവിഡൻഡ് ഓഫ് ₹2.50 ഇൻ ദ ഫസ്റ്റ് ഇയർ. ആദ്യത്തെ വർഷം അവർ കൊടുക്കേണ്ട ഡിവിഡൻഡ് 2 രൂപയാണ്. മൂന്നാമത്തെ വർഷം 3 രൂപ, സെക്കൻഡ് ഇയറിൽ 3 രൂപ, തേർഡ് ഇയറിൽ 3.25. യു എക്സ്പെക്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ തേർഡ് ഇയർ ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ കമ്പനി സ്റ്റോക്ക് വിൽ ബി 125 പെർ ഷെയർ. അതായത് ഇത് 3 വർഷമാണ് അവർ ഹോൾഡ് ചെയ്തിരിക്കുന്നത്, കൈവശം വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ വിൽക്കുമ്പോൾ അതിൻ്റെ വില എത്രയാണ്? 125 രൂപയാണ് വില. അന്നത്തെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 5% ആണ്. ഇപ്പോൾ ആ പ്രൈസ് ഷെയറിൻ്റെ പ്രൈസ് 110 രൂപയാണ്. അതായത് 110 രൂപയാണ് അതിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത്. നമ്മളോട് ഇൻട്രിൻസിക് വാല്യൂ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. അതായത് ഇവിടെ 3 വർഷം വരെ അല്ലേ D1, D2, D3, 3-ാം വർഷമല്ലേ വിൽക്കുന്നത്. അപ്പോൾ അവിടെ P3 എന്ന് കൊടുക്കുക. ഇവിടെയൊക്കെ 1+R^1, 1+2, 3, പിന്നെ ഇവിടെയും 3, അങ്ങനെ 3 വർഷം വരെയാണ് കൈവശം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഡിവിഡൻറ്റിൻ്റെ പോർഷനും ഇത് മാത്രം കറണ്ട് പ്രൈസിൻ്റെ പോർഷനുമാണ് വരുന്നത്. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ അപ്ലൈ ചെയ്യുക കേട്ടോ. D1 എന്ന് പറയുന്നത് 2.5 ആണ്. 2-ാം വർഷം 3 രൂപ, 3-ാം വർഷം 3.25 എന്ന് പറഞ്ഞിട്ടുണ്ട്. R 5%, N 3 ആണ്. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 2.5/1.05 എത്രയാണെന്നുള്ളത്. അപ്പോൾ അതിനൊരു വാല്യൂ കിട്ടും. ഇവിടെ നമ്മൾ 1.05 2 ടൈംസ് ഇൻറ്റു ചെയ്ത് കണ്ടുപിടിക്കണത്. എന്നതിന് ശേഷം 3 ആ എമൗണ്ട് ചെയ്യാം. പിന്നെ ഇവിടെ ഇത് 3 ടൈംസ് ചെയ്യാം. എന്നിട്ട് 3.25 ഡിവൈഡഡ് ബൈ ആ കിട്ടിയ എമൗണ്ട് ചെയ്യാം. അതേപോലെ 125 ഡിവൈഡ് ബൈ 1.05ൻ്റെ 3 പ്രാവശ്യമുള്ളത് ചെയ്യാം. അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് 115.89 എന്ന് പറയുന്നത്. ഇനി ഈ ഒരു DDMൻ്റെ അഡ്വാൻറ്റേജ് എന്താ, എന്തിനു വേണ്ട നമ്മളത് യൂസ് ചെയ്യുന്നു? ഒന്ന്, നമുക്ക് ഈ ഒരു ഫോർമുല എളുപ്പത്തിൽ മനസ്സിലാക്കാനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു ലോങ് ടേം വ്യൂ നമുക്കിതിലൂടെ കിട്ടും. നമ്മൾ എത്ര വർഷം അത് കൈവശം വയ്ക്കുന്നോ അത്രയും വർഷത്തേക്ക് അത് കമ്പ്യൂട്ട് ചെയ്യാൻ നമുക്കൊരു സ്റ്റേബിൾ റിട്ടേൺസ് ഒക്കെ അതിൽ കണക്കാക്കാനൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യൂസ്ഫുൾ ഫോർ സ്റ്റേബിൾ കമ്പനി. ഈ ഒരു മെത്തേഡ് ആർക്കാണ് യൂസ് ചെയ്യാൻ പറ്റുക? എല്ലാ പ്രാവശ്യവും ഒരേപോലെ കൃത്യമായിട്ട് തന്നെ ഡിവിഡൻഡൊക്കെ കൊടുക്കാൻ പറ്റുന്ന കമ്പനികൾക്ക് ഇത് നല്ലൊരു മെത്തേഡാണ്. പിന്നെ അതിൻ്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ
എല്ലാ കമ്പനിക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നല്ല സ്റ്റേബിളായിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നവർക്ക് മാത്രമല്ലേ, അല്ലെങ്കിൽ കൃത്യമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിക്ക് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും സ്യൂട്ടബിൾ അല്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് സെൻസിറ്റീവ് ടു അസംഷൻസ്. ചെറിയ ചേഞ്ചസ് ഉണ്ടെങ്കിൽ തന്നെ എന്താണ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണിൽ വ്യത്യാസം വരിക, ഗ്രോത്ത് റേറ്റിൽ വരിക, അങ്ങനെ വരുമ്പോൾ തന്നെ ലാർജ് ചേഞ്ചസ് അതിൻ്റെ സ്റ്റോക്ക് വാല്യൂയിൽ ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഡസിൻറ്റ് കൺസിഡർ അതർ ഫാക്ടേഴ്സ്. ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന എന്താ ഒരു ഡിവിഡൻറ്റിൻ്റെ മുകളിൽ മാത്രമാണ്. മറ്റുള്ള ഫാക്ടേഴ്സിനൊക്കെ കമ്പനിയുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. കമ്പനിക്ക് എത്ര കടമുണ്ട്, മാർക്കറ്റ് കണ്ടീഷൻ എന്താ, പൊട്ടൻഷ്യൽ ക്യാപിറ്റൽ ഗെയിൻ എന്താ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഡിവിഡൻറ്റിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നു എന്നതാണ് വേറൊരു ഡീമെറിറ്റ്. നാലാമത്തേൽ പറയുന്ന അസ്യൂംസ് ഗ്രോത്ത്. അസ്യൂംസ് ഡിവിഡൻസ് വിൽ ഗ്രോ അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ്. ഇവിടെ നമ്മുടെ ഒരു അസംഷൻ മാത്രമാണ് എല്ലാ വർഷവും ഡിവിഡൻഡ് ഒരു കൃത്യമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളത്. ദിസ് ഇസ് നോട്ട് റിയലിസ്റ്റിക് ഫോർ ഓൾ കമ്പനീസ്. എല്ലാ കമ്പനിയെ സംബന്ധിച്ചുള്ളത് എപ്പോഴും റിയലിസ്റ്റിക് ആയിക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് വേറൊരു ഡിമെറിറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ DDMൻ്റെ മെറിറ്റും ഡിമെറിറ്റും നമ്മളിവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് ഒന്ന് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സും അതേപോലെ തന്നെ DDM ഡിവിഡൻഡ് ഡിസ്കൗണ്ട് 3 ടൈപ്പിലുള്ള മോഡൽസുമാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്